ഇത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചർച്ചാണ്. ചർച്ചിൻ്റെ കീഴിലെ ഒരു അനാഥ മന്ദിരമാണ്. അവിടെ എൻ്റെ അമ്മ മരിച്ചതിനോടനുബന്ധിച്ച് ഞാൻ ഒരു ദിവസത്തെ ആഹാരം 3 നേരത്തെ ആഹാരം ആ അനാഥ മന്ദിരത്തിലെ അമ്മമാർക്കൊപ്പമായിരുന്നു. അവർ മാനസിക രോഗികളായിരുന്നു. 10-25 പേര് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടതും അവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ സങ്കടപ്പെട്ടവരുണ്ട്, പരിഭവങ്ങൾ പറഞ്ഞവരുണ്ട്, അവരെ വീട്ടുകാരെ പറ്റി പറഞ്ഞവരുണ്ട്. എന്തിനായിരുന്നാലും എനിക്ക് അവർക്കൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷം തന്നെയായിരുന്നു. എൻ്റെ അമ്മയെ ആ നിമിഷം ഞാൻ ഓർത്തുപോയി. എൻ്റെ അമ്മയുടെ പ്രായമുള്ളവർ വരെ അവിടെയുണ്ട്. എങ്ങനെ ഇവർക്കെല്ലാം ഇവരെ ഉപേക്ഷിക്കാൻ ഈ വീട്ടുകാർക്ക് തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. പിള്ളേരുണ്ടായിരുന്നു, ചിലർക്ക് ആഹാരം കഴിക്കാൻ അറിയത്തില്ല, വാരിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്ത് തന്നെയായിരുന്നാലും ആ സിസ്റ്റർമാർ നടത്തുന്ന ഈ അനാഥ മന്ദിരം നല്ലൊരു മാതൃക തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേർ വന്നിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. ചർച്ചിൻ്റെ കീഴിലായതുകൊണ്ട്, RCയുടെ കീഴിലായതുകൊണ്ട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്കിലും സിസ്റ്റർമാർ ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ എല്ലാ മുറികളിലും കൊണ്ടുപോയി കാണിച്ചു. അവർ ഉറങ്ങുന്ന അവരെ ബെഡ് കൊണ്ട് കാണിച്ചു. 10-25 ബെഡുണ്ട്. അവിടെ ഒരു സിസ്റ്റർ വന്ന് അവരോടൊപ്പമാണ് കിടന്നുറങ്ങുന്നത്. വയലൻ്റ് ആവുന്നവരുണ്ട്. വയലൻ്റായി 3 പേരെ നമ്മുടെ ഉളമ്പാറ പേരൂർക്കട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നവർക്ക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവർ ഈ തിരുവത്താഴത്തിന് കഴിക്കുന്ന അപ്പം അത് ഇവരാണ് ഉണ്ടാക്കുന്നത്. ഇവരത് ഉണ്ടാക്കുന്ന രീതികളും അച്ചും എല്ലാം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഇവർ ജപമാലകൾ ഉണ്ടാക്കുന്നുണ്ട്, തൂവാലകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ റൂം പൂട്ടിയിരിക്കുമായിരുന്നു, കീ സിസ്റ്ററിൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കാണാൻ പറ്റിയില്ല, ബാക്കി കണ്ടു. അതുപോലെ തന്നെ വയലൻ്റ് ആകുന്നവരെ അടച്ചിടുന്ന ജയിൽ കണ്ടു. അവിടെ ഒരു ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അതും കാണാൻ കഴിഞ്ഞു. പിന്നെ അവർക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും എൻ്റെ മകളും കൂടെയായിരുന്നു ഞങ്ങളോട്ട് പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ 2 റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്കൊപ്പം ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു, സന്തോഷത്തോടെ ആയിരുന്നു. ഒരു ദിവസം അവർക്കൊപ്പം ചിലവഴിച്ചു. പിന്നെ അവരുടെ പാട്ടുകൾ ഞങ്ങൾ കേട്ടു, അവരുടെ ഡാൻസ് കണ്ടു, കഥകൾ പറഞ്ഞു. അവരെപ്പറ്റി വാതോരാതെ അവർ സംസാരിച്ചു. അവരെ വീടും സ്ഥലങ്ങളും പറഞ്ഞു തന്നു. എന്നെ അവർ വിടുന്നില്ല. അവരെ വീട്ടിൽ പോയി സംസാരിക്കണം, അവരോട് വന്ന് കൊണ്ടുപോകാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് തൻ്റെ കുടുംബത്തിൽ പോയി തൻ്റെ മക്കളെ കാണാനും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ കാണാൻ, മാതാപിതാക്കളെ കാണാനും അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരാരും വന്ന് കൊണ്ടുപോകുന്നില്ല. എന്താ ചെയ്യുക? നമുക്കിങ്ങനെയൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ സ്വന്തം മാതാപിതാക്കൾ തന്നെ തള്ളിക്കളയുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് ഒത്തിരി സങ്കടം തോന്നി. നാളെ നമ്മുടെ അവസ്ഥ എന്താകുമെന്നറിയില്ലല്ലോ. ഇതെല്ലാം കാണുമ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ വൈകല്യങ്ങളെ മറന്ന് അവരെ ചേർത്ത് പിടിക്കണം. കാരണം അവരെല്ലാം അസുഖക്കാരെന്ന് പറയുന്നത് ഞാനവിടെ ചെന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തില്ല. എല്ലാവരും നല്ല സ്നേഹമായിരുന്നു. കൂടപ്പിറപ്പിനെ പോലെ, മക്കളെ പോലെ എനിക്കൊപ്പം അവർ നിന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പോയി സന്ദർശിക്കണം, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം, അവർക്കൊപ്പം ഒരു ദിവസം ചിലവഴിക്കണം, സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കണം. എൻ്റെ മകൾ അവർക്ക് വേണ്ടി പാട്ടൊക്കെ പാടി. സിസ്റ്ററിന് എൻ്റെ മകളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയും ഞങ്ങൾ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഇനിയും പോകണമെന്നുണ്ട്. ഓണം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വനിതകളാണ്, അപ്പോൾ അവർക്ക് ആവശ്യമായ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഹരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇവർക്കൊക്കെ വേണ്ടി തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇതുവരെ വരുമാനമായിട്ടില്ല. എങ്കിൽ തീർച്ചയായിട്ടും 1000 പേരെ സഹായിക്കണമെന്നുള്ള മനസ്സുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇത്തരംകാരെ തള്ളിക്കളയരുതേ, അവരെ ചേർത്ത് നിർത്താൻ മറക്കരുതേ. വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മളെ വീട്ടിനടുത്തും ചുറ്റുവട്ടത്തും ഇതുപോലെ രോഗികൾ കാണും. അപ്പോൾ അവരെല്ലാം പോയി കാണുക. അവരെ വീട്ടുകാരോട് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ സഹായങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കതിനൊരു പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടു. ആ കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ. അവളാണ് അവിടെ ലീഡ് ചെയ്തത്. എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ.